അഗ്രേസരരായ മഹാരഥന്മാർ, അറിവിന്റെ അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്ന ദീനീ സമുച്ചയം. അവിടേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ ഉസ്താദിന് പോകേണ്ടത്. ആദം ഹസ്രത്താണ് ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. ആദം ഹസ്രത്തിന്റെ മുന്നിൽ ചെന്നു നിന്നു അബൂബക്കർ എന്ന് പറയുന്ന 16-കാരൻ. ഇത് ചരിത്രമാണ്. അബൂബക്കർ ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിട്ട് ആദം ഹസ്രത്ത് ചോദിച്ചു, മൻ, നീ ആരാ? മറുപടി കിട്ടി, മിൻ. അബൂബക്കറിന്റെ മറുപടി കേട്ടപ്പോ കൗതുകത്തോടെ നോക്കി. ആ മറുപടി ആദം ഹസ്രത്തിനെ അത്ഭുതപ്പെടുത്തി. നീ എന്തിനാണ് വന്നിരിക്കുന്നത്? അബൂബക്കർ മറുപടി പറഞ്ഞു, ഞാൻ ഓതാൻ വന്നതാ. അതിന് ചാൻസ് ഇല്ലെങ്കിൽ ഓതിക്കൊടുക്കാനും ഞാൻ റെഡിയാണ്. ആ സൗമ്യതയോടെയുള്ള സംസാരം കേട്ടപ്പോ സെലക്ഷൻ പരീക്ഷയ്ക്കിരിക്കാൻ അബൂബക്കർ ഉസ്താദിന് അവസരം കിട്ടി. പരീക്ഷയുടെ റിസൾട്ട് വന്നു. എല്ലാവരും തിരയുന്നത് ഐന അബൂബക്കർ, എവിടെയാണ് അബൂബക്കർ? എന്തേ കാരണം? മാർക്ക് ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നു. 100-ൽ 99 മാർക്ക് വാങ്ങിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി ആരെന്നറിയാൻ ആകാംക്ഷയോടെ എല്ലാവരും പരതി നടക്കുമ്പോ ഷെയ്ഖ് ആദം ഹസ്രത്തിന്റെ മുമ്പിലതാ 99 മാർക്ക് വാങ്ങിയ അബൂബക്കർ വന്നു നിൽക്കുന്നു. വളരെ വിനയാന്വിതനായി ആദം ഹസ്രത്തിന്റെ മുമ്പിലെത്തിയിട്ട് അബൂബക്കർ ചോദിച്ചു, ഉസ്താദേ, 100 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായത്. 100 മാർക്കിനുള്ള ഉത്തരങ്ങൾ എന്റെ മനോഹരമായ കൈപ്പടയിൽ ഞാൻ അതിൽ എഴുതി വച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ 99 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. എന്റെ ഏതുത്തരമാണ് തെറ്റിയത്? തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ആ ചോദ്യം കേട്ടപ്പോ ആദം ഹസ്രത്ത് അത്ഭുതപ്പെട്ടുപോയി. 100-ൽ 100 മാർക്കാണ് ഈ വിദ്യാർത്ഥി നേടിയിരിക്കുന്നത്. പക്ഷേ 99 ലഘൂകരിച്ചത് അതൊരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി മാത്രമാണ്. അതുപോലും അറിവിന്റെ ആ വലിയ മൂല്യത്തെ തിരിച്ചറിഞ്ഞ് ചോദിക്കാൻ വന്ന ആ കുട്ടിയെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി ആദം ഹസ്രത്ത്. ആ അബൂബക്കറിന് വല്ലോർ ബാക്കിയാത്തിൽ സെലക്ഷൻ കിട്ടിയെന്ന് മാത്രമല്ല, പ്രിയമുള്ളവരെ, ചരിത്രത്തിന്റെ ദശാസന്ധികളെപ്പോലും തിരുത്തി മാറ്റി EK അബൂബക്കർ മുസ്ലിയാർ തന്റെ 22-ാമത്തെ വയസ്സിൽ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന് പറയുന്ന അറബിക് കോളേജിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി വെല്ലൂരിൽ നിന്ന് ബിരുദം നേടിയത് 1940-ലാണ്. 1940-ൽ ഷംസുൽ ഉലമാ EK അബൂബക്കർ മുസ്ലിയാർ വെല്ലൂർ ബാഖിയാത്തിൽ നിന്ന് ബിരുദം നേടിയെങ്കിൽ തന്റെ 22-ാമത്തെ വയസ്സിലാണ് വെല്ലൂർ ബാഖിയാത്തിലെ ഷാഫി മദ്ഹബിന്റെ മുഫ്തിയായി EK അബൂബക്കർ മുസ്ലിയാർ അവരോധിതനാകുന്നത്. 22-ാമത്തെ വയസ്സിൽ വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിലെ ഷാഫി മദ്ഹബിലെ മുഫ്തിയായി ഒരു പണ്ഡിതൻ അവരോധിതനാകണമെങ്കിൽ ആ പാണ്ഡിത്യത്തിന്റെ ഗരിമ എത്രയാണ്, ആ പാണ്ഡിത്യത്തിന്റെ വലിപ്പം എത്രയാണ്, ആ പണ്ഡിത പ്രതിഭയുടെ വിജ്ഞാനത്തിന്റെ അളവെത്രയാണ്. അതുകൊണ്ടാണ് ലോകം നീട്ടിവിളിച്ചത് അന്ത ശംസുൽ ഉലമാ, അങ്ങ് ലോക പണ്ഡിതനാണ്, അങ്ങ് പണ്ഡിത സൂര്യനാണ്. 1948 8 വർഷത്തെ ബാഖിയാത്തിലെ തന്റെ ജോലിയും പൂർത്തീകരിച്ച് ഒരു നിയോഗമെന്നോണം ഷെയ്ഖുന ശംസുൽ ഉലമയ്ക്ക് കേരളത്തിലേക്ക് വരേണ്ടി വന്നു. അതിന്റെ കാരണം എന്തെന്നല്ലേ? പണ്ഡിതർ രൂപം കൊടുത്ത ആധ്യാത്മിക സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. തിരുകേരളത്തിലെ പണ്ഡിത സമൂഹ വൃന്ദമേ,
തിരുമൊഴികളിൽ മൊഴിഞ്ഞിടും സമസ്തയാണതേ. തിരുകേരളത്തിലെ പണ്ഡിത സമൂഹ വൃന്ദമേ, തിരുമൊഴികളിൽ മൊഴിഞ്ഞിടും സമസ്തയാണതേ. പൂർണ്ണ പണ്ഡിതരല്ലേ, സത്യദീൻ വഴിയല്ലേ, പൂർണ്ണ പണ്ഡിതരല്ലേ. തിരുകേരളത്തിലെ പണ്ഡിത സമൂഹ വൃന്ദമേ, തിരുമൊഴികളിൽ മൊഴിഞ്ഞിടും സമസ്തയാണതേ. പൂർണ്ണ പണ്ഡിതരല്ലേ, സത്യദീൻ വഴിയല്ലേ, പൂർണ്ണ പണ്ഡിതരല്ലേ. ഈ കേരളത്തിലെ മുസ്ലിം മക്കൾ വാഴ്ത്തിടും പേര്, എന്നും വാഴ്ത്തിടും പേര്, എന്നും വാഴ്ത്തിടും പേര്. ഈ കേരളത്തിലെ മുസ്ലിം മക്കൾ വാഴ്ത്തിടും പേര്, എന്നും വാഴ്ത്തിടും പേര്. നല്ല പൂർണ്ണ പൊൻ ചന്ദ്രിക പോൽ വീശി നിൽപ്പോര്, നല്ല പൂർണ്ണ പൊൻ ചന്ദ്രിക പോൽ വീശി നിൽപ്പോര്. പൂർണ്ണ പണ്ഡിതരല്ലേ, സത്യദീൻ വഴിയല്ലേ, പൂർണ്ണ പണ്ഡിതരല്ലേ. കേരളത്തിലെ പണ്ഡിത സമൂഹ വൃന്ദമേ, തിരുമൊഴികളിൽ മൊഴിഞ്ഞിടും സമസ്തയാണതേ. പൂർണ്ണ പണ്ഡിതരല്ലേ, സത്യദീൻ വഴിയല്ലേ, പൂർണ്ണ പണ്ഡിതരല്ലേ. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തെയും ഭദ്രതയെയും തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട കുബുദ്ധികൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ശംസുൽ ഉലമ നൽകിയത്. ആധ്യാത്മികതയെ ചൂഷണം ചെയ്തുകൊണ്ട് പൊട്ടിപ്പുറപ്പെട്ട തുരീക്കത്ത് പ്രസ്ഥാനങ്ങൾ, കേരളത്തിന്റെ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞ പുരോഗമനവാദികൾ, അവരെയൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായി, പണ്ഡിത പ്രതിഭയായി ശൈഖുന ശംസുൽ ഉലമ ഈ ഉമ്മത്തിനെ നയിക്കുകയായിരുന്നു. ആ മഹാപണ്ഡിതന്റെ പിന്നിലാണ് പിന്നീട് കേരളത്തിലെ മുസ്ലിം ജനത അണിനിരന്നത്. 1951 ശംസുൽ ഉലമ മുഷാവറ മെമ്പറായി. 1956 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ കാര്യദർശിയായി ശൈഖുന ശംസുൽ ഉലമ അവരോധിതനായി. ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും കേരളത്തിന്റെ മുഖ്യമൂലകളിൽ നടക്കുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിന്ന് ഇസ്ലാമിക സംസ്കാരത്തിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് 44 കൊല്ലം ഒരു ഉമ്മത്തിന്റെ നെടുനായകത്വം ഏറ്റെടുത്തുകൊണ്ട് ശംസുൽ ഉലമ പഠിപ്പിക്കുകയായിരുന്നു. കേരളീയ മുസ്ലിം സമൂഹം ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശൈഖുന ശംസുൽ ഉലമയോട് മാത്രമാണ്. ഇവിടുത്തെ ഒരു മുസൽമാനും അത് നിഷേധിക്കില്ല. നദുവത്തുൽ മുജാഹിദീന്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന സഹോദരങ്ങൾ ഇവിടെയുണ്ട്. ഓർമ്മകൾ ഓളം തള്ളുകയല്ലേ. മഞ്ചേരിയിലും എടവണ്ണയിലും മർക്കസുൽ ബിഷാറ 12 കുടുംബങ്ങളെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിലേക്ക് വലിച്ചടച്ചു കൊണ്ടുപോയത്. മഞ്ചേരി പള്ളിയുടെ ഓരത്തും ചാരത്തും കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ഒരുമിച്ച് കൂടിയിട്ട് ചോദിച്ചു, ആരാണിതിന് മറുപടി പറയുക? ബൈബിളിലെ പരാമർശങ്ങൾക്ക് പള്ളിപ്പാതിരിമാർക്ക് മറുപടി കൊടുക്കാൻ ആരുണ്ട് അതിന് യോഗ്യനായ ഒരു പണ്ഡിതൻ? ഉത്തരം തേടിയവരുടെ മനസ്സിലും ഉത്തരം തേടിയവരുടെ ചുണ്ടിലും ഒരേ ഒരു നാമമാണ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ആരാണത് നിഷേധിക്കുക? 12 കുടുംബങ്ങളെ തിരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനല്ല, മറിച്ച് ഇനി ഒരു കുടുംബം പോലും ക്രൈസ്തവ സമൂഹത്തിലേക്ക് ചേക്കേറരുതെന്ന് പറയാൻ, അത് സ്ഥാപിക്കാൻ ശംസുൽ ഉലമയ്ക്ക് മാത്രമേ സാധിക്കൂ. ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നു. ക്രൈസ്തവ പണ്ഡിതന്മാർ അവരുയർത്തിക്കാട്ടിയത് ബൈബിളാണ്. ആ ബൈബിളിലെ പരാമർശങ്ങൾ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ എന്നതാണ് ക്രൈസ്തവ പണ്ഡിതന്മാർ ശംസുൽ ഉലമയോട് ചോദിച്ചത്.
ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമല്ല ഏത് ഭാഷയിലും സംസാരിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് വെല്ലുവിളി സ്വീകരിച്ചു. യാഥാസ്ഥികരെന്ന് ഇവിടത്തെ പുരോഗമനവാദികൾ വിലയിരുത്തിയ പണ്ഡിത വരേണ്യ സഭയുടെ നായകൻ ശംസുൽ ഉലമ തന്റെ കയ്യിലെ ഗ്രന്ഥമെടുത്ത് പള്ളിപ്പാതിരിമാരെ വെല്ലുവിളിച്ച് ശംസുൽ ഉലമ ചോദിച്ചു, ഇതേതാണ് ഗ്രന്ഥം, ഇതേതാണ് ഗ്രന്ഥം എന്നൊന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അത്ഭുതസ്തബ്ധനായി നിന്നു. ശൈഖുനാ ശംസുൽ ഉലമയോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഈ ഗ്രന്ഥം ദർശിച്ചിട്ട് പോലുമില്ല. ശൈഖുന മറുപടി കൊടുത്തു, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഗ്രന്ഥമായ ഇൻജീലാണിത്. ഇത് പരിവർത്തനം നടത്തിയാണ് നിങ്ങൾ ബൈബിൾ സൃഷ്ടിച്ചത്. ഇതിലെ ഭാഷ സുറിയാനിയാണ്. ഈ ഭാഷയിൽ സംസാരിക്കാനാണ് EK അബൂബക്കർ മുസ്ലിയാർ ഈ വേദിയിൽ കയറിയിരിക്കുന്നത്. ആർജവത്വമുള്ള ഏതെങ്കിലും ക്രൈസ്തവ പണ്ഡിതന്മാരുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നാണ് EK അബൂബക്കർ മുസ്ലിയാർക്ക് ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികളോട് പറയാനുള്ളത്. സഹോദരന്മാരെ, ആ വെല്ലുവിളി സ്വീകരിക്കാൻ ഒരു ക്രൈസ്തവ പണ്ഡിതനും റോമിലോ വത്തിക്കാനിലോ ഇല്ല. മറുപടി കിട്ടിയത് ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവൻ ഇനി മലപ്പുറം ജില്ലയിലെന്നല്ല കേരളത്തിൽ തന്നെ ക്രൈസ്തവ മിഷണറി പ്രവർത്തനം വേണ്ട. അതാണ് ശൈഖുനാ ശംസുൽ ഉലമ. കാലഘട്ടത്തിന്റെ കൗമാരവദനത്തിൽ കാഞ്ചന കീർത്തിമുദ്ര ചാർത്തിയ, ലോകം വാഴ്ത്തിയ പണ്ഡിത സൂര്യൻ. വെറുതെയല്ലല്ലോ ശംസുൽ ഉലമയെ അങ്ങനെ ലോകം വിളിച്ചത്. ആ ശംസുൽ ഉലമയ്ക്ക് വഴിപിഴച്ചു എന്നാണല്ലോ ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിച്ചത്. ആ ശംസുൽ ഉലമയ്ക്ക് തെറ്റുപറ്റിയെന്നാണല്ലോ അവരുടെ ശിഷ്യഗണങ്ങൾ പോലും പറഞ്ഞു പരത്തിയത്. എന്തേ ശംസുൽ ഉലമ ചെയ്ത തെറ്റ്? 44 കൊല്ലം ഈ ഉമ്മത്തിന് മാർഗദർശനത്തിന്റെ വെളിച്ചം നൽകി ശംസുൽ ഉലമ വഴി നടത്തുമ്പോഴും ഒരു നിമിഷം പോലും താൻ ഭൗതികതയ്ക്കടിമപ്പെടണമെന്ന് ശംസുൽ ഉലമ തീരുമാനിച്ചിട്ടില്ല. ഇത് ആധ്യാത്മിക പ്രസ്ഥാനമാണ്. ഇതിന്റെ അമരനായകനായി എന്നും തനിക്ക് വിരാജിക്കണമെന്ന് ശംസുൽ ഉലമ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ല. ആ മഹാനുഭാവൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടത് സമസ്ത എന്ന മഹാപ്രസ്ഥാനം അതൊരു വടവൃക്ഷമായി വളരണമെന്നാണ്. ആ ആഗ്രഹത്തിന് വിഘാതം സൃഷ്ടിച്ചവരാണ് ശൈഖുനാ ശംസുൽ ഉലമയ്ക്ക് ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന സമ്മാനിച്ചത്. ആ വേദന ശംസുൽ ഉലമ മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് പോലും മറക്കില്ല. ആ തെറ്റിന് മാപ്പ് കൊടുക്കാൻ ലോകത്തൊരാൾക്കും സാധ്യവുമല്ല. മാപ്പർഹിക്കാത്ത പാതകം, മാറാത്തതാ കൊടിയ പീഡനം, ക്രൂരത കാട്ടിയ നാളിലായി സന്താപ കണ്ണീരും തൂകിയേ. മാപ്പർഹിക്കാത്ത പാതകം, മാറാത്തതാ കൊടിയ പീഡനം, ക്രൂരത കാട്ടിയ നാളിലായി സന്താപ കണ്ണീരും തൂകിയേ. ആകെ വ്യസനത്തിൻ